ഉക്രൈൻ നിയന്ത്രണത്തിലായിരുന്ന ഡോണസ്ക് മേഖല റഷ്യക്ക് തിരിച്ചു നൽകണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആവശ്യം സെലൻസ്കി എതിർത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യ വൻ ശക്തിയായതിനാൽ ഉക്രൈനിൻ ധാരണയിൽ എത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യൻ സംഘർഷം താൽക്കാലിക വെടിനിർത്തലല്ല, ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങണമെന്ന നിർദ്ദേശവും ട്രംപ് നൽകിക്കഴിഞ്ഞു. വംശജർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഡൊണസ്ക്. മാത്രമല്ല, പ്രധാനമായും ഇവിടെ വിനിമയത്തിൽ തുടരുന്നത് റഷ്യൻ നാണയമായ റൂബിളുമാണ്. വൻതോതിൽ നിക്ഷേപങ്ങൾ നടന്ന വ്യവസായ മേഖല കൂടിയാണ് ഡൊണസ്ക്. ഡൊണസ്ക് മേഖല തിരിച്ചു നൽകണമെന്നാണ് റഷ്യയുടെ ആവശ്യം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തള്ളി. റഷ്യ അവകാശമുന്നയിച്ച ഭൂമി തിരിച്ചു നൽകണമെന്ന നിലപാട് തന്നെയാണ് ട്രംപും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രബല ശക്തിയായ റഷ്യ അവകാശപ്പെടുന്ന ഭൂമി നൽകണമെന്നാണ് ട്രംപ് യുക്രൈനെ അറിയിച്ചത്. ഇതിനു പുറമെ റഷ്യയുമായുള്ള സംഘർഷത്തിൽ താൽക്കാലിക വെടിനിർത്തൽ ശാശ്വത സമാധാന ധാരണയ്ക്ക് തയ്യാറാകണമെന്നും യുക്രൈനോട് ട്രംപ് ആവശ്യപ്പെട്ടു. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യം സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ച സംബന്ധിച്ച് നാറ്റോ സെക്രട്ടറി ജനറലുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ശാശ്വത സമാധാന ധാരണയാണ് അഭികാമ്യമെന്നും ട്രംപ് അറിയിച്ചു. ട്രംപുമായുള്ള ചർച്ചകൾക്ക് സെലൻസ്കി നാളെ വാഷിംഗ്ടണിലെത്തും. സമാധാന ധാരണയിൽ അനുകൂല തീരുമാനമുണ്ടായാൽ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ നടത്താൻ സാഹചര്യമൊരുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു. സമാധാന കരാർ നിരവധി മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.